അതുകൊണ്ടാണല്ലോ ഹബീബായ നബിന്റെ കൂടെ കടക്കാൻ സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നു ഖത്താബും കൊതിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ നല്ലയിടത്ത് കിടത്തട്ടെ. എന്താ പറഞ്ഞത്? റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞു സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. മരിച്ചവർക്ക് ഒരുപാട് തസറുഫാത്തുണ്ട്. ഇത് പോത്ത് അർത്ഥതല്ല, അത് മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾക്ക് ഈ കഴിവൊക്കെ അങ്ങോട്ട് തരും, അല്ലാഹു അങ്ങോട്ട് കൊടുക്കും. തസറുഫാത്ത് വലുതുണ്ട്, അതൊന്നും ഇല്ല എന്ന് ഒരാളും അബദ്ധം മനസ്സിലാക്കരുത്. അല്ലാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞ മഹാനാണ്. വളരെ പേടിച്ച വേദനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. എന്തുകൊണ്ട്? അദ്ദേഹം ഹബീബായ നബിയുടെ സദസ്സിൽ ഒച്ചട്ട് വർത്തമാനം പറയാൻ പാടില്ല എന്നായത്തിറങ്ങിയത്. അദ്ദേഹം വലിയ ഒച്ചട്ട് സംസാരിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ശബ്ദമുയർത്തി ഒരാൾ വർത്തമാനം പറഞ്ഞാൽ അൻതഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സാബിത്ത് ബിൻ ഖൈസ് വല്ലാതെ ഒച്ചട്ട് വർത്തമാനം പറഞ്ഞ ആളായിരുന്നു. നിന്റെ കാര്യത്തിലാണോ ആയത്തിറങ്ങിയതെന്ന് പേടിച്ചു സാബിത്ത് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി കരഞ്ഞു പോയി. ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ആയത്തിറങ്ങിയപ്പോൾ ദഖല സാബിത്ത് ബിൻ ഖൈസ് ബൈതഹു വഅഗ്ലഖ ബാബഹു, വീട്ടിൽ പോയി വാതിലടച്ച് കരഞ്ഞു. കരഞ്ഞു സയ്യിദ്നാ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു. പുണ്യനബി, ഞാൻ വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരായത്തിറങ്ങിയ നബിയുടെ മുന്നിൽ വച്ചിട്ട് വർത്തമാനം പറയാൻ പാടില്ല എന്ന് ആയത്തിറങ്ങിയപ്പോ ഈ സാധു മനസ്സിലാക്കി ആയത്തിറങ്ങിയത് ഇതിനെ പറ്റിയാണ്. അദ്ദേഹമാകട്ടെ സ്വാഭാവികമായി കുറച്ച് കൂടുതൽ ശബ്ദമുള്ള ഒരാളായിരുന്നു. അപ്പൊ പേടിയാ, ഇല്ല അമല് പൊളിഞ്ഞോ എന്ന്. പിന്നെ റസൂൽ എന്നെ വിളിച്ച് പറയും ചെയ്തു, പേടിച്ചിട്ടില്ല, എന്നെ പറ്റിയല്ല ബിത്ത. ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹബീബായ നബി അയാളോട് പറഞ്ഞു, തഈശു മഹ്മുദ് തഈശു ബിഖൈരിൻ വതമൂതു ബിഖൈർ, നീ നല്ല നിലക്ക് ജീവിച്ചിട്ട് നല്ല നിലക്ക് മരിക്കും, ബേജാറാവണ്ട. ഇത്ര വലിയ മഹാനായിരുന്നു മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു. ശരി കേട്ടോ, സാബിത്ത് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുള്ളത് മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള യുദ്ധത്തിലാകുന്നു. ലഅനത്തുല്ലാഹി അലൈഹി. മുസൈലിമയോടുള്ള യുദ്ധത്തിന് അറിയാമല്ലോ, യമാമയിൽ ബഹുമാനപ്പെട്ട അൽ-ബിദായ ഇത് പറയുന്നുണ്ട്. അൽ-ബിദായയിൽ ഹാഫിള് ഇബ്നു കസീർ ഇത് പറയുന്നുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഉസ്ദുൽ ഖാബയിൽ ഇത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ മുഴുവനും സാബിത്തിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ യമാമയിലേക്ക്, ഇന്നത്തെ റിയാദിൽ, അവിടെയാണ് മുസൈലിമക്കെതിരെ യുദ്ധം നടന്നത്. മുസ്ലിമീങ്ങൾ പോയപ്പോൾ ആ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയ ആളാണ് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ യുദ്ധത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്യുകയും ഫഖാതല ഹത്താ ഖുതില, അദ്ദേഹം യുദ്ധം ചെയ്ത് അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ മരിച്ചു. വഅലാ സാബിത്തിൻ യൗമൈരിൻ ദിർഉൻ നഫീസ, അദ്ദേഹത്തിന്റെ അടുത്ത് നല്ല മനോഹരമായ ഒരു അങ്കിവസ്ത്രം ഉണ്ടായിരുന്നു. മനസ്സിലായി? ആ അങ്കിവസ്ത്രത്തിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഫമറ ബിഹി റജുലുൻ മിനൽ മുസ്ലിമീന, മരിച്ചു കിടക്കുന്ന സാബിത്തിന്റെ അരികിലൂടെ ഒരു മുസ്ലിമായ പടയാളി നടന്നു പോയപ്പോൾ അയാൾക്ക് ഈ കുപ്പായം കണ്ടപ്പോ വലിയ തൃപ്തി തോന്നി. ഫഅഖദഹ, അയാൾ വേഗം ആ പടയങ്കി, ആ വിലയുള്ള പടയങ്കി അയാൾ എടുത്തു. മനസ്സിലാവണില്ല പറഞ്ഞത്, നല്ല രസമുള്ള സംഭവം. മരിച്ചു കിടക്കുന്ന മയ്യത്തിൽ നിന്ന് എന്തെടുത്തു? മനോഹരമായ വില പിടിപ്പുള്ള ഈ അങ്കിവസ്ത്രം എടുത്തു വേറൊരാൾ. ആര് മരിച്ചിട്ട്? സാബിത്ത് റളിയല്ലാഹു അൻഹു മരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. യുദ്ധത്തിന് വന്ന യോദ്ധാക്കളായ കൂട്ടത്തിലെ ഒരു സാലിഹായ മനുഷ്യൻ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നു. മനസ്സിലാവുണ്ട്? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കൂട്ടത്തിലെ സാലിഹായ മനുഷ്യൻ ഉറങ്ങിക്കിടക്കായിരുന്നു. രാത്രി സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നീ ഊസീക ബിവസിയ, ഞാൻ സാബിത്താണ്, നിന്നോടൊരു വസിയത്ത് പറയാൻ വേണ്ടി വന്നതാണ്. ഇയ്യാക അൻ തഖൂല ഹദാ ഹുൽമുൻ, ഇത് പേക്കിനാവാണെന്ന് പറഞ്ഞു പോകരുതേ. ഞാൻ അങ്ങനെ നീ പറയുകയാണെങ്കിൽ നീ അംഗീകരിച്ചാൽ ഞാൻ അത് പറയുള്ളൂ, അത്യാവശ്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. എന്റെ ഇന്നീ ഖുതിൽതു, ഞാൻ
ഇന്നേ ഖുതിൽതു അംസി, ഇന്നലെ ഞാൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ മർറബി റജുലുൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇതുവഴി വരികയും ഫാഖറ, എന്റെ പടയങ്കി, എന്റെ ദിറഉൻ നഫീസത്ത്, എന്റെ മനോഹരമായ അങ്കി വസ്ത്രം അയാൾ എടുക്കുകയും ചെയ്തിരിക്കുന്നു. അയാളെ വീട് ഇന്നാലിന്ന സ്ഥലത്താണ്, അയാളെ വീട്. അവിടെ പോയിട്ട് മടക്കി വാങ്ങണം, എന്റെ മുതലാണ്, എന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്, അത് അയാൾക്ക് കളിക്കാനുള്ളതല്ല, അതവിടെ പോയി വാങ്ങണം. ഒന്ന് എനിക്ക് പറയാനുള്ളതാ. ഖാലിദ് ബിനുൽ വലീദ്, നമ്മുടെ യോദ്ധാക്കളെ നേതാവായ സൈന്യാധിപൻ ഖാലിദിനോട് പോയി പറ, ഖാലിദിനോട് കൽപ്പിക്ക്, എന്റെ അങ്കിവസ്ത്രം പോയി വാങ്ങുകയും പിടിച്ചടക്കുകയും ചെയ്യുക. അതിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്, അതിന്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ അത് പോയി അയാളെ കയ്യിൽ നിന്ന് പിടിച്ചടക്കാൻ സൈന്യാധിപനോട് നീ പറയണം എന്ന് പറഞ്ഞു. മരിച്ചാണ്. ഇനി യുദ്ധം കഴിഞ്ഞ് നീ മദീനയിൽ ചെന്നാലാകട്ടെ. നല്ല രസമുണ്ട്. മദീനയിൽ വലിയ കാര്യമുണ്ട്. ഇതിപ്പോ ഇയാളോട് വന്ന് പറയാ, യുദ്ധത്തിലിരിക്കുവാണ്, ഇയാൾ മരിക്കുകയില്ല എന്നൊരു വൈബിയായ ഇൽമു കൂടി ഈ മരിച്ചുപോയ സാബിത്തിനുള്ളതുപോലെയാണ്. മനസ്സിലാവണല്ലോ പറഞ്ഞത്. ഈ യുദ്ധം കഴിഞ്ഞപ്പോ ഇയാൾ പോകണല്ലോ മദീനയിൽ, ഇനി ഇയാൾ മരിക്കാതിരിക്കണ്ടേ? അതിനൊരാളെ തെരഞ്ഞെടുത്തരാ. നോക്കൂ, നിങ്ങൾ റൂഹിന്റെ തസറുഫാത്ത് ചിന്തിക്കണം. മദീനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇലാ ഖലീഫത്തി റസൂലില്ലാഹ്, പുണ്യ നബിയുടെ ഖലീഫയായ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് എന്നാൽ ഫഅഖ്ബിർഹു, എന്നോട്, എന്നെ ഖലീഫയോട് പറയേ, ഇന്ന അലയ്യ മിനദ്ദൈനി കദാ വകദാ, ഞാൻ ഒരുങ്ങാതെ പോന്നതാണ്, എനിക്ക് കുറച്ച് കടം ബാക്കിയുണ്ട്. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചു പോയാൽ അവരുടെ കാര്യങ്ങൾ പിന്നെ ഭരണാധികാരി ഏറ്റെടുക്കണം. എനിക്ക് ഇന്നാലിന്റെ കടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയാതെ മരിച്ചതാണ്, ഒന്ന് പോയി പറയണം ഖലീഫയോട്, അത് വീട്ടാൻ പറയണം. പിന്നെയോ, എനിക്ക് കുറെ അടിമകളുണ്ട്, ആ അടിമകളെ കൂട്ടത്തിൽ ഫുലാനും വ ഫുലാൻ, ഇന്നാലിന്ന ആളുകളൊക്കെ അവരെ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരവും എന്റെ കുടുംബാദികളോട് പറയണം. 3 വസിയത്ത് ചെയ്തു. ആര്? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം. നീ തഈശു ബിഖൈരിൻ വതമൂതു ബിഖൈരിൻ ഖാല റസൂലുള്ളാഹി, നീ നല്ല വലത്തിൽ ജീവിച്ചിട്ട് നല്ല വലത്തിൽ മരിക്കും, ഇനി ബേജാറാവണ്ടെന്ന് പുണ്യ നബി പറഞ്ഞ ആളാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു. അയാൾ നേരെ എണീറ്റ് ഖാലിദിന്റെ അടുത്ത് ചെന്നു. ഖാലിദിനോട് ഈ കാര്യം ഇത് പറഞ്ഞു കൊടുക്കുകയും ഈ അങ്കിവസ്ത്രത്തെ പറയപ്പെട്ട പറഞ്ഞ മോട്ടിച്ചാളിൽ നിന്ന് മഹാനായ ഖാലിദ് പിടിച്ചടക്കുകയും എടുക്കുകയും ചെയ്തു. അത് കൊണ്ടുവന്ന അനന്തരവാസികൾ ചെന്നു സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് എന്ന കാര്യം പറയുകയും അയാൾ വസിയത്ത് ചെയ്ത പോലെ ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നാം ചിന്തിക്കണം. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ സാബിത്തിന്റെ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ഞാൻ ഇത് പറഞ്ഞത്? വളരെ ചിന്തിക്കണം. വസിയത്ത് വരെ സ്വപ്നത്തിൽ വരാം, മരിച്ചാൾക്ക് വരാം, മരിച്ചാളുടെ വസിയത്ത് സ്വപ്നത്തിൽ വരാം. നോക്കൂ, അന്നബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതറബ അസ്സമാനു തഖദ്ദറത് റുയൽ മുസ്ലിമീൻ അസ്ദഖുഹും റുയൻ അസ്ദഖുഹും ഹദീസാ ഖാല റസൂലുള്ളാഹി. അന്ത്യനാളായാൽ ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ വരും. നല്ല സ്വപ്നം, മോശപ്പെട്ട സ്വപ്നം, ഇടകലർന്ന സ്വപ്നം, കലർപ്പുള്ള സ്വപ്നം ഇഷ്ടം പോലെ വരും അന്ത്യനാളിൽ. അസ്ദഖുഹും റുയൻ, ഏറ്റവും നല്ല സ്വപ്നം കാണുന്ന ആൾ, അസ്ദഖുഹും ഹദീസാ, ഏറ്റവും നല്ല സത്യം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സ്വപ്നം അല്ലാഹു അന്ത്യനാളിൽ നൽകുകയുള്ളൂ. അന്ത്യനാളിൽ സ്വപ്നത്തിന്റെ കാലമാണെന്ന് പുണ്യനബി കേട്ടോ. ഒരു ഹദീസ് കേട്ടോളൂ, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയ ഇന്ന റുഅ്യാ ജുസ്ഉം മിനൻ നുബുവ്വ മിൻ 46 ജുസ്ആ. ബുഖാരി മുസ്ലിം നിറഞ്ഞെടുക്കുക. നുബുവത്തിന്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നമെന്ന് ഖാല റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞ നേരിയ നുബുവത്ത്. മനസ്സിലായില്ല? നുബുവത്തിന്റെ 46 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് സ്വാലിഹായ സ്വപ്നം. ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ നമ്മൾ പറയും ചില കാര്യങ്ങൾ നേരത്തെ കാണും, ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയോ, അത് ഉറപ്പന്നെയല്ലേ?